ഉറപ്പായിട്ടും ഹിറ്റ് അടിക്കേണ്ട എല്ലാ സാധനങ്ങളും ഇവർ കൂട്ടിച്ചേർത്ത് ഈ സിനിമയിൽ വെച്ചിട്ടുണ്ട്. ഇനി സിനിമയുടെ വിധി ഇവരുടെ ഭാഗ്യം കണക്കിരിക്കും. പടം ഹിറ്റാവോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വരുന്ന വഴിയെ കാണാം. കിടിലൻ സ്ക്രിപ്റ്റ്, കിടിലൻ ഡയറക്ഷൻ, കിടിലൻ മ്യൂസിക്, കിടിലൻ എഡിറ്റിങ്, നല്ല കിടിലൻ പിക്ചറൈസേഷൻ. മൊത്തത്തിലുണ്ടല്ലോ പടം വേറൊരു മൂഡാണ്. കുഞ്ചാക്കോ ബോബനല്ല വേറെ ഏത് നായകൻ്റെ അടുത്തും ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എസ് പറയും. കാര്യം അത്രയും ഉണ്ട് ചെയ്യാൻ. കാര്യം 90% ചാക്കോച്ചൻ തന്നെയാണ് സിനിമയിൽ. ആദ്യ സമയത്ത് റഫായിട്ട് വന്നിട്ട് പിന്നെ പെട്ടെന്ന് ചെറിയൊരു മൂടൊക്കെ മാറി, പിന്നെ ഓരോരോ പ്രശ്നം വരുന്ന സമയത്തും ഓരോരോ സമയത്തും ഇങ്ങേറെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് ഇയാളുടെ സ്റ്റൈല് മാറുന്നു, ഇയാളുടെ സംസാര രീതികൾ മാറുന്നു, ഇയാളുടെ സ്കിൻ ടോൺ മാറുന്നു. വേറെ 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 തരത്തിലേക്കാണ് ഇവർ കുഞ്ചാക്കോ ബോബനെ ഇതിനകത്ത് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുള്ളി തൻ്റെ റോള് ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യ പകുതിയാണ് രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാര്യം വേറൊരു രീതിയിലാണ് ഇത് പരിപാടികൾ കൊണ്ടുവരുന്നത്. നമുക്കൊരു ഐഡിയയും തരാതെ എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ ഒരു പോലീസ് സ്റ്റോറി പോലെ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഇങ്ങനെ രീതിയിൽ സിനിമ പറഞ്ഞു പോയി. ഒരു മാലയുടെ വർഷത്തിൽ തുടങ്ങി അതിങ്ങനെ കണക്ട് ചെയ്ത് പോയി ഇന്റർവെൽ വരെ എത്തുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ വേറൊരു മൂഡായിരുന്നു സിനിമ. രണ്ടാം പകുതിയിലേക്ക് വരുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവീൽ ചെയ്ത് വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. കാര്യം ഇതിപ്പോൾ കുറേ സിനിമകളിൽ ഈ സെയിം സാധനങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. അയ്യോ ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നൊരു തോന്നൽ മനസ്സിൽ വന്നു. പക്ഷേ സംഭവം അങ്ങനെ ആയിരുന്നില്ല. അതിൽ ഇങ്ങനെ പുട്ടിന് പീരിയിടുന്ന കണക്ക് ഈ ചെറിയ പ്രശ്നത്തിലേക്ക് ആളെ ഇട്ടിട്ട് ഈ പ്രശ്നങ്ങൾ വലുതാക്കിയാണ് നമ്മളെ കാണിക്കുന്നത്. ആ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് പ്രേക്ഷകരെ പൂർണ്ണമായിട്ട് ഒരു കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഇതിൽ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ചാക്കോച്ചനും വന്ന എല്ലാ കഥാപാത്രങ്ങളും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. വിശാഖ് നായർ കഥാപാത്രത്തിന്റെ പെർഫോമൻസ് ആണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. കാര്യം ഇത്തരം ക്യാരക്ടർ, അതായത് വിശാഖ് നായർ ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതേ ക്യാരക്ടർ അല്ലെങ്കിൽ ഇതേ സ്വഭാവമുള്ള ക്യാരക്ടർ ആയിട്ട് സിനിമയിൽ വന്ന എല്ലാ ആളുകളും ഇതേ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ഒരു പ്രത്യേക രീതിയിൽ ഒരു പരിപാടികൾ തലയാട്ടലും മറ്റേ പരിപാടികളൊക്കെ കാണിച്ച് ഒരു പ്രത്യേക രീതിയിലാണ് ഇവരുടെ ഒരു പെർഫോമൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകളെല്ലാം ഇതേപോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതൊന്ന് കുറച്ച് ഒന്ന് മാറ്റിപ്പിടിക്കണം ഇനിയെങ്കിലും എന്നെനിക്കൊരു തോന്നലുണ്ട്. കാര്യം ഇത്തരത്തിലുള്ള ആളുകൾ മൊത്തം ഈ രീതിയിൽ വേഷം കെട്ടി ഈ രീതിയിൽ നടക്കുന്ന ആളുകളൊന്നും അല്ല. ഇപ്പം നമ്മുടെ നാട്ടിലും ഒക്കെ നമ്മൾ കുറേ ആളുകളൊക്കെ കാണുന്നതാണ്. ഒരു തിയേറ്റർ വാച്ച് മൂവിയാണ്. കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാം. തിയേറ്ററിൽ കാണാനുള്ള സാധനം ഉണ്ട്. തിയേറ്ററിൽ കണ്ട് ത്രില്ലടിച്ച് ഇരിക്കാൻ പറ്റുന്നൊരു സാധനം. മിസ്റ്ററി ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, ക്രൈം ഉണ്ട്, സൈക്കോ പരിപാടികളുണ്ട്. അവസാന സമയത്തുള്ള നായകൻ്റെ മാസ് പരിപാടികൾ, മാസ് സ്റ്റണ്ട് പരിപാടികൾ എല്ലാം ഉണ്ട്. പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര സന്തോഷമായി. നല്ല കിടിലൻ മൂവി. അപ്പം ഓക്കെ.